പുതിയ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ കണ്ടെത്തുന്നതിനുള്ള അനിശ്ചിതത്വം തുടരുകയാണ്. AI ഗ്രൂപ്പുകൾ അധ്യക്ഷ സ്ഥാനത്തിനായി പിടിമുറുക്കിയതോടെ KPCC നേതൃത്വം വെട്ടിലായിരിക്കുകയാണ്. A ഗ്രൂപ്പ് KM അഭിജിത്തിനായും I ഗ്രൂപ്പ് അബിൻ വർക്കിക്കായും പിടിമുറുക്കുകയാണ്. അതേസമയം വിഷയത്തിൽ AICC അനുനയ നീക്കം ആരംഭിച്ചതായും വിവരങ്ങളുമുണ്ട്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, ആദ്യത്തെ തിരിച്ചടിയിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ അടുത്തത് പിൻഗാമിയെ ചൊല്ലി തമ്മിലടിയാണ്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? പുതിയ അധ്യക്ഷനെ കിട്ടുമോ യൂത്ത് കോൺഗ്രസിന്, അതോ ഇനിയും തെരുവ് നാടകങ്ങൾ കാണേണ്ടി വരുമോ? പ്രദീപിള്ള, പുതിയ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ കണ്ടെത്താൻ കഴിയാത്ത സ്ഥിതിയാണ് നിലവിൽ ഈ സംസ്ഥാനത്തെ നേതൃത്വത്തിലുള്ളതെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി അദ്ദേഹത്തെ പുറത്താക്കിയതിന് പിന്നാലെ ദിവസങ്ങൾ പിന്നിടുമ്പോഴും ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ ആരാണെന്ന് കണ്ടെത്താനോ അല്ലെങ്കിൽ അധ്യക്ഷനെ നിയമിക്കുവാനോ ഒന്നും സംസ്ഥാന നേതൃത്വത്തിന് കഴിയാത്ത സാഹചര്യമുണ്ട്. അതായത് രണ്ട് ഗ്രൂപ്പുകളും ഇപ്പോൾ ഈ വിഷയത്തിൽ സജീവമാകുന്നൊരു കാഴ്ച നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുകയും ചെയ്യുന്നുണ്ട്. അതായത് A ഗ്രൂപ്പും I ഗ്രൂപ്പും പുതിയ അധ്യക്ഷന് വേണ്ടിയുള്ള പിടിമുറുക്കൽ നടക്കുന്നതായിട്ടാണ് വിവരം. അതുകൊണ്ട് തന്നെയാണ് അനിശ്ചിതത്വം തുടരുന്നത്. KPCC നേതൃത്വത്തിന് പോലും ഇതിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത നിലയിലേക്ക് എത്തുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ അനന്തമായി നീണ്ടുപോകുന്നത്. അത് പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയതിന് പിന്നാലെ 2 ദിവസത്തിനുള്ളിൽ തീരുമാനമെടുക്കേണ്ടതായിരുന്നെങ്കിൽ അത് പിന്നീട് നീണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്തു. അതായത് KM അഭിജിത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന അധ്യക്ഷനായിരുന്നു, KSUവിൻ്റെ മുൻ സംസ്ഥാന അധ്യക്ഷനായിരുന്നു. ആ KM അഭിജിത്തിന് വേണ്ടി A ഗ്രൂപ്പും അബിൻ വർക്കിക്ക് വേണ്ടി I ഗ്രൂപ്പും പിടിമുറുക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ നേരത്തെ നടന്ന യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിൽ 1.5 ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഒരു ഭൂരിപക്ഷം അബിൻ വർക്കിക്ക് ഉണ്ടായിരുന്നു. മാത്രമല്ല സംസ്ഥാനത്തെ ഒരു വലിയ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് കൂടിയാണ് അബിൻ വർക്കി. അപ്പോൾ അബിൻ വർക്കി ആക്കണമെന്നൊരു നിലപാടാണ് I ഗ്രൂപ്പ് എടുക്കുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീടുള്ളത് അബിൻ വർക്കിയാണ്. അതുകൊണ്ട് തന്നെ അബിൻ വർക്കിയാണ് ഈ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് അർഹതയെന്നാണ് I ഗ്രൂപ്പ് പറയുന്നത്. എന്നാൽ A ഗ്രൂപ്പിൻ്റെ നിലപാട് തികച്ചും വ്യത്യസ്തമാണ്. കാരണം കാലാകാലമായി തങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളതാണ്, അല്ലെങ്കിൽ തങ്ങളുടെ ഒരു തങ്ങൾ കൊണ്ട് നടക്കുന്നതാണ് ഈ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവി എന്നത്. അതുകൊണ്ട് തന്നെ അത് വിട്ടു നൽകാൻ തങ്ങൾക്ക് കഴിയില്ല എന്നൊരു നിലപാട് A ഗ്രൂപ്പ് കൂടി ഘടിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതോടുകൂടിയാണ് KM അഭിജിത്തിനും അതോടൊപ്പം തന്നെ അബിൻ വർക്കിക്കുമായുള്ള പിടിമുറുക്കൽ ശക്തമാകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇതോടുകൂടി KPCC നേതൃത്വം വെട്ടിലായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രണ്ട് ഗ്രൂപ്പുകളെയും രണ്ട് ഗ്രൂപ്പുകളെയും വെറുപ്പിക്കാത്ത തീരുമാനമെടുക്കുന്ന ഒരു നിലയിലേക്കാണ് ഇപ്പോൾ KPCC നേതൃത്വം എത്തിയിരിക്കുന്നത്. ആരെ കൊള്ളും ആരെ തള്ളും എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ നേതൃത്വത്തിന് തന്നെ ആശങ്കപ്പെടുത്തുന്ന നേതൃത്വത്തിന് തന്നെ ഒരു രണ്ട് അഭിപ്രായം ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ തീരുമാനം അനന്തമായി നീളുന്ന ഒരു സാഹചര്യത്തിലെത്തി. ഇപ്പോൾ അറിയാൻ കഴിയുന്നത് സെപ്റ്റംബർ മാസത്തോടു കൂടി ഒരു 10-ാം തീയതിക്കുള്ളിൽ തീരുമാനമുണ്ടാകുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇതിൽ അങ്ങനെ വരുമ്പോഴും ആരെ വേണമെന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അതിലൊരു ആശങ്കയായിട്ട് വരുന്നത്. അതിലിപ്പോൾ ഒരു സമവായം എന്ന നിലയിൽ അബിൻ വർക്കിയെ ദേശീയ ജനറൽ സെക്രട്ടറിയായി യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറിയായി ഉയർത്തുകയും KM അഭിജിത്തിനെ നിലനിർത്തുകയും ചെയ്യാം എന്നൊരു തീരുമാനം ഒരു നീക്കം കൂടി നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ ഇതിലെന്ത് തീരുമാനമെടുക്കും എന്നതടക്കം ഉള്ള കാര്യങ്ങളും നിർണായകമാണ്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഇപ്പോൾ കോൺഗ്രസിൽ അലയടിക്കുന്നൊരു സാഹചര്യമുണ്ട്. മാത്രമല്ല ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടതെന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ സ്ത്രീ ലൈംഗിക ആരോപണം അടക്കമുള്ളവ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വലിയ രീതിയിൽ പ്രതിരോധത്തിലായിട്ടുണ്ട് കോൺഗ്രസ്. അതിനിടയിൽ ഇനി ഈ തെരഞ്ഞെടുപ്പ് കാലം കൂടിയാണ് വരാനിരിക്കുന്നത്. 2 മാസത്തിനുള്ളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനം കടക്കുകയും ചെയ്യും. ഈ ഒരു സാഹചര്യത്തിൽ ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം, മറ്റൊന്ന് കോൺഗ്രസിലെ ഈ ഈ ഗ്രൂപ്പ് പോര് വീണ്ടും ഈ യൂത്ത് കോൺഗ്രസ് വിഷയത്തിൽ തമ്മിൽ പോര് രൂക്ഷമാകുന്നൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തെരഞ്ഞെടുപ്പിനെ അടക്കം വലിയ രീതിയിൽ കാര്യമായി ബാധിക്കും എന്നതടക്കമുള്ള ആശങ്കയെ ഒരു വിഭാഗം നേതാക്കൾ രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പുറത്തേക്കെത്തി വലിയ രീതിയിൽ മാധ്യമ ശ്രദ്ധ കാണിക്കാതെ ഈ വിഷയത്തിൽ ഒരു സമവായം ഉണ്ടാക്കണമെന്നൊരു ആവശ്യവും ശക്തമാകുന്നുണ്ട്. എന്തായാലും ഈ യൂത്ത് കോൺഗ്രസ്, നമുക്കറിയാം ഈ കോൺഗ്രസിൻ്റെ ഒരു ചരിത്രമെന്ന് പറയുന്നത് ഇങ്ങനെ ഒരു തീരുമാനത്തിലെടുക്കും, ഒരു തീരുമാനം പറയും, അത് അംഗീകരിച്ചു കൊണ്ടുപോകുന്നത് പാരമ്പര്യം കോൺഗ്രസിനില്ല. ഇത്തരത്തിൽ ഗ്രൂപ്പ് പോരുകളും തമ്മിൽ പോരുകളും ചേരിപ്പോരുകളും എല്ലാം നിരന്തരം ഉണ്ടാകുന്നൊരു പ്രസ്ഥാനം കൂടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലും അത് രൂക്ഷമാകുമോ എന്ന ആശങ്കയാണ് നേതാക്കൾക്കുള്ളത്. എന്തായാലും 10-ാം തീയതി സെപ്റ്റംബർ 10-ാം തീയതിക്കുള്ളിൽ ഇതിലൊരു തീരുമാനം, അതായത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന നിലയിലേക്കാണ് ഇപ്പോൾ എത്തുന്നത്. അതിൽ അബിൻ വർക്കിയാണോ അതോ KM അഭിജിത്താണോ എന്ന കാര്യത്തിലാണ് സംശയമുള്ളത്. അതോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഇതിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുമോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇനി ഇപ്പോൾ നോക്കിക്കാണേണ്ടത്. എന്തായാലും വലിയ രീതിയിലുള്ളൊരു ചേരിപ്പോര് ഇപ്പോൾ KPCCയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രദീപിള്ള. ശരി, പ്രശാന്ത് ശങ്കരമംഗലത്താണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.